ഞാന് ആണെന്നോ നിങ്ങൾ പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു. നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ആൾക്കാർ പറയുന്നു. എങ്ങനെ പറയാ? ഞാൻ ഈ സമൂഹത്തിനോടാണ് പറയുന്നത്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. ഇത് ജീവിച്ച ഒരാളെ നിങ്ങൾ പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. നിർത്ത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ ഇതുപോലെ ട്യൂഷൻ എടുത്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിച്ച ഒരാളാണ്. ഇത്തരത്തിൽ എഴുതുന്നവന്മാർക്കെതിരെ അല്ലെങ്കിൽ അത്തരം മോശം കമന്റ് ഇടുന്നവർക്ക് ധൈര്യമായിട്ടും ലീഗലി മൂവ് ചെയ്തു. നമ്മൾ നാറികളാണെങ്കിലും ഇത്തവണ ന്യായം നമ്മുടെ പക്ഷത്താണ്. സാക്ഷി പറയാൻ ഒരുത്തരെങ്കിലും കിട്ടിയാൽ മതി, നമുക്ക് അവരെ പോക്കാം. എല്ലാവരും സപ്പോർട്ടും. ഒരു രൂപ പോലും ശ്രീലക്ഷ്മി മുടക്കണ്ട. പിന്നെ നീയൊന്നും ഈ പെങ്കൊച്ചിനെ ഒരു പുണ്ണാക്കം ചെയ്യില്ല. ഒരു രൂപ പോലും മുടക്കാതെ കൃത്യമായിട്ട് അത് ലീഗലി മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ നിയമ സംവിധാന സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും. അതൊന്നും വേണ്ട, നീ നിന്റെ പണി നോക്ക്. ഒന്നും അറിയത്തില്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ആർക്കും എന്തും സോഷ്യൽ മീഡിയ എഴുതിയിടാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. രമേശൻ നായർ ഇത്തരം അസാൻമാർഗിക പ്രവൃത്തികൾ സഹിക്കുന്നയാളല്ല. ഇപ്പൊ തന്തയില്ലാത്തവൻ വിളിക്കുന്നുണ്ട്. ഇപ്പൊ പല തന്തയ്ക്കുണ്ടായത് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. മിനിമം മാനേജ് കീപ്പ് ചെയ്യണം. ഇവന് മാനേജ് ഇല്ല സർ, തനിക്കുമില്ല. എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട്, അറിയാവോ? എന്നെ ഈ ഭക്ഷണം തരാൻ വേണ്ടിട്ട്. അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ.